എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊക്കെ ഞാൻ ഈ സന്ദേശം എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. എന്റെ നാട്ടിൽ തന്നെ ഇതുപോലെ ഞാൻ ചോദിക്കുന്നത്, സൂര്യനെ കണിശമായി നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്നത് ഉറപ്പാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പ് സൂര്യനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹമല്ല അതിന്റെ കൺട്രോളർ എന്ന് ഉറപ്പാണ്. സായിബാവ മരിച്ചു, അദ്ദേഹത്തിന്റെ 2 കിഡ്നിയും വീക്കായി, പക്ഷെ അദ്ദേഹം അറിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ശ്വാസകോശം കേടുവന്നു, അദ്ദേഹം അറിഞ്ഞില്ല. ഭൂമിയിലേക്ക് മറിഞ്ഞു വീണതിന് ശേഷമാണ് ആന്തരിക അവയവങ്ങളിൽ അനാട്ടമി പഠിച്ച ആളുകൾക്കറിയാം, പ്രത്യേകിച്ച് ഡോക്ടേഴ്സിന്, ആന്തരിക അവയവങ്ങൾ കംപ്ലീറ്റ് തകർന്നു പോയിരുന്നു അദ്ദേഹത്തിന്റെ. അത് അറിയാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചില്ല. നമ്മളെപ്പോലെ വായു ശ്വസിച്ച്, നമ്മളെപ്പോലെ വെള്ളം കുടിച്ചു, മഹാനായ ഒരു ജീവകാരുണ്യ പ്രവർത്തകൻ, അങ്ങനെ നിങ്ങൾക്ക് കരുതാം. ആ വ്യക്തിയെ പോലും നമ്മളിൽ പലരും ആരാധിക്കുമ്പോഴും നാം ഓർക്കണം, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം മരിച്ചപ്പോൾ ആകാശം നിശ്ചലമായില്ല, ഭൂമി ചലിക്കാതിരുന്നില്ല. സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിലാണ് ഭൂമി സഞ്ചരിക്കുന്നത്. സെക്കൻഡിൽ 280 കിലോമീറ്റർ വേഗതയിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. വകുല്ലും ഫീ ഫലഖിൻ യസ്ബഹൂൻ, എല്ലാ ഗോളങ്ങളും അതിന്റെ ഭ്രമണമണ്ഡലങ്ങളിൽ നീന്തി തുടിക്കുന്നു എന്ന് ഖുർആനിലെ 36-ാം അധ്യായം 39-40 വചനങ്ങൾ. ഞാൻ ചോദിക്കുന്നത്, സൂര്യനും ചന്ദ്രനും തമ്മിൽ പ്രശ്നമില്ല, ഗോളങ്ങൾ തമ്മിൽ പ്രശ്നമില്ല, എല്ലാം കറക്റ്റാണ്, ഭൂമിയുടെ സഞ്ചാരം കറക്റ്റാണ്. അതുകൊണ്ടാണ് ഹേമന്തങ്ങളും വസന്തങ്ങളും ഗ്രീഷ്മങ്ങളും വരുന്നത്. എന്നാൽ മനുഷ്യൻ എന്ന മഹാബുദ്ധിജീവി അവന്റെ കൊള്ളരുതായ്മ കൊണ്ട് ഇടപെടുന്ന മേഖലകളിലെല്ലാം കുഴപ്പമുണ്ട്. എങ്കിലും ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിക്കുന്നു, ഈ സൂര്യനെയും ചന്ദ്രനെയും കൺട്രോൾ ചെയ്യുന്ന ഈശ്വരൻ, അതിനെ നയിക്കുന്ന സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥൻ, അതിനെ ആ സൂര്യനും ചന്ദ്രനും ആ നാഥനെ അനുസരിച്ചപ്പോൾ എല്ലാ പ്രശ്നങ്ങളോട് അവസാനിച്ചു. എങ്കിൽ ആ നാഥൻ അവതരിപ്പിച്ച ഒറിജിനൽ മതം അന്വേഷിച്ച് കണ്ടെത്താൻ നമുക്ക് സാധിക്കും. തമസ്സോമാ ജ്യോതിർഗമയ, തമസിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അല്ലെ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, ആ വെളിച്ചത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തും? അന്വേഷണമാണ്. അപ്പൊ നിങ്ങൾ നോക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ ശ്രുതികൾ, സ്മൃതികൾ. എന്താണ് ശ്രുതി, എന്താണ് സ്മൃതി? ശ്രുതി എന്ന് പറഞ്ഞാൽ ശ്രവിക്കപ്പെട്ടത് എന്നാണ് അതിന്റെ അർത്ഥം. ശ്രവിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ദൈവത്തിങ്കൽ നിന്ന് ഋഷീശ്വരന്മാർക്ക്, ആചാര്യന്മാർക്ക് ദൈവത്തിൽ നിന്ന് നേരിട്ട് കിട്ടിയ വാചകങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ എന്താണ് ശ്രുതികൾ, എന്താണ് സ്മൃതികൾ? സ്മൃതികൾ എന്ന് പറഞ്ഞാൽ ആചാര്യന്റെ സ്മൃതിപഥത്തിൽ നിന്നും അയാൾ ഉദ്ധരിച്ച തത്വങ്ങൾ, വചനാമൃതങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. സഹോദരങ്ങളെ, ഇത് രണ്ടിനെയും വ്യത്യസ്തമായി വേർതിരിച്ച് അതിലേതൊക്കെയാണ് ശ്രുതികൾ? ശ്രുതികളിൽ ഋഗ്വേദം വരും, സാമവേദം വരും, അഥർവവേദം വരും, യജുർവേദം വരും. എങ്കിലും ഞാൻ ചോദിക്കുന്നു, ഞാൻ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സുഹൃത്തും എന്റെ ക്ലാസ്സിൽ പഠിച്ച രാകേഷ്, ഞാൻ അവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവനോട് പറഞ്ഞു, ചതുർവേദങ്ങൾ നീ വായിക്കാറുണ്ടോ? അപ്പൊ എന്നോട് ചോദിച്ചു, നീ എന്തിനാ പോയി നോക്കണത്, ഞങ്ങളുടെ വേദമല്ലേ. എടാ, നീ അത് വായിച്ചിട്ടുണ്ടോ? പറഞ്ഞു, ഞാൻ കുറച്ചൊക്കെ വായിച്ചു. പൂർണ്ണമായി വായിച്ചിട്ടുണ്ടോ? ഋഗ്വേദത്തിന്റെ 10 മണ്ഡലങ്ങൾ വായിച്ചിട്ടുണ്ടോ നീ? ഇല്ല. ഞാൻ പറഞ്ഞു, നീ യജുർവേദം എടുക്ക്. യജുർവേദത്തിന്റെ 32-ാം അധ്യായം 2-ാമത്തെ ശ്ലോകം നീ ഒന്ന് ചൊല്ലി നോക്കിയേ. ആ ശ്ലോകത്തിൽ നീ വായിച്ചൊന്ന് അർത്ഥം പറഞ്ഞേ. ആ ശ്ലോകം ഇങ്ങനെയാണ്, നത്തസ്യ പ്രതിമാ അസ്തി. അതിന് ചുരുക്കമാണ് ഞാൻ പറയും, നത്തസ്യ പ്രതിമാ അസ്തി. ദൈവത്തിന് പ്രതിമയില്ല, ദൈവത്തിന് പ്രതിമയില്ല. അത് വായിച്ചവൻ എന്റെ മുഖത്ത് നോക്കി. ഇത്ര കൃത്യമായി അധ്യായ നമ്പറും വചന നമ്പറും നീ എങ്ങനെ കണ്ടു? വർഗീയതയില്ലാതെ വേദം പഠിച്ചപ്പോ എനിക്ക് കിട്ടി. അത് നിനക്ക് പറഞ്ഞു തരേണ്ട എന്റെ ബാധ്യതയാണ്. ദൈവത്തിന് വിഗ്രഹമില്ലെന്നും ആ വിഗ്രഹത്തിലൂടെ നീ ദൈവത്തിൽ എത്തുന്നത് ശരിയല്ലെന്നും വേദം അവിടെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നിന്റെ ബാധ്യതയാണ് യജുർവേദം അനുസരിച്ച് ജീവിക്കുക എന്ന്. കാരണം യജുർവേദം ദൈവത്താൽ അവതരിപ്പിക്കപ്പെട്ടത് എന്നാണ് വിശ്വാസം. പല വാചകങ്ങളും അതിൽ പിന്നീട് കടത്തിക്കൂട്ടി. ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യൻ ഫിലോസഫിയിൽ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗ്ലിംസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ലൈറ്റ് ഓഫ് ട്രൂത്തിന്റെ ആര്യ സമാജത്തിന്റെ സ്ഥാപകനായ സ്വാമി ദയാനന്ദ സരസ്വതി 8 വോള്യമായി വിവേകാനന്ദ സാഹിത്യ സർവസ്വം 8 വോള്യമായി ഇപ്പൊ നമുക്ക് കിട്ടും വായിക്കാൻ. അവിടെ എല്ലാം അത് രേഖപ്പെടുത്തുന്നുണ്ട് ഈ കാര്യങ്ങൾ. അവിടെ വളരെ പ്രധാനമാണ്. ഞാൻ എറണാകുളം വൈറ്റിലയിലാണ്, ഈരാറ്റുപേട്ടയിൽ, തൊട്ടടുത്ത് ഈരാറ്റുപേട്ട, പാലായിലെ മാത്യു സാറൊക്കെ ആയിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു. അതിന്റെ ലെക്ചർ അവിടുത്തെ കോളേജിൽ ഞങ്ങൾ ഒന്നിച്ചൊരു മലയാളി സമ്മേളനത്തിൽ ഖത്തറിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നത്, ഈരാറ്റുപേട്ടയിൽ നിന്ന കാലത്തും വൈറ്റിൽ നിന്ന കാലത്തും ഞാൻ പള്ളിയിലെ അച്ഛന്മാരുമായി, ഫാദർമാരുമായി നിരന്തരമായി ബന്ധപ്പെടുമായിരുന്നു. വളരെ സ്നേഹസംവാദം. വലാ തുജാദിലു അഹ്ലൽ കിതാബ്, വേദക്കാരുമായി നിങ്ങൾ നല്ല സ്നേഹത്തിൽ സംവദിക്കണം. വേദങ്ങളുടെ ഉള്ളടക്കമെല്ലാം ഒന്നായിത്തീരുന്ന ചില മേഖലകളുണ്ട്. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛോ, യേശുക്രിസ്തുവിന്റെ പ്രതിമ വെക്കുക എന്നത്, കന്യാമറിയമിന്റെ രൂപം വെക്കുക എന്നത് ബൈബിളിനെതിരായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അച്ഛോ എന്ന് പറഞ്ഞു.
അപ്പൊ അച്ഛൻ ചോദിച്ചു, എന്താ മോനെ നീ എങ്ങനെ പറയാൻ, പ്രായം ചെന്നൊരാളെ എന്താ അങ്ങനെ പറയാൻ? അച്ഛോ, ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിലെ 17-ാമത്തെ വചനം എന്നെ ഞെട്ടിപ്പിച്ച് കളഞ്ഞു. അതിനെതിരാണ് നിങ്ങൾ ഈ ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ സ്നേഹമാണെന്ന് നിങ്ങളോട് പറയാൻ. സാധാരണ ആളുകൾ വിചാരിക്കാതെ ചൂണ്ടിക്കാണിച്ചാൽ തമ്മിൽ തെറ്റുമല്ലോ. ഇല്ല, അറിയാത്തത് കൊണ്ടാണ്. അറിവില്ലാത്തതിന്റെ ശത്രുവാകും മനുഷ്യൻ. സത്യമാണ്, അറിയാത്തതിന്റെ ശത്രു മനുഷ്യനായി തീരും. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ബൈബിൾ എടുത്തു നോക്കൂ, അതിലെ വാചകം ഇങ്ങനെയാണ്. ഫാദർ, എന്റെ വാചകത്തിൽ തെറ്റുണ്ടെങ്കിൽ ഫാദർ തിരുത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അദ്ദേഹം ക്രിസ്തു മതത്തിന്റെ പണ്ഡിതനാണ്. ഒറേബ്യൻ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഞാൻ നിങ്ങളുമായി സംസാരിച്ചപ്പോൾ നിങ്ങൾ എന്റെ രൂപം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയുടെയോ പുരുഷന്റെയോ രൂപമുണ്ടാക്കി നിങ്ങൾ ദൂഷിതനാകരുത്. ആകാശത്തിലെ പർവ്വചാരികളുടെ രൂപമുണ്ടാക്കരുത്. ആഴിയിലെ മത്സ്യാദികളുടെ രൂപമുണ്ടാക്കരുത്. ഉരകവർഗങ്ങളുടെ രൂപമുണ്ടാക്കരുത്. അതിന്റെ മുമ്പിലൊന്നും നിങ്ങൾ പ്രണാമം അർപ്പിക്കരുത്. നിങ്ങൾ സാക്ഷാൽ ഈശ്വരനെ ആരാധിക്കുക എന്ന്. പുറപ്പാടിലെ 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം. മിസ്രിം ദേശത്തു നിന്നും അടിമ ഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ്. മേലെ സ്വർഗത്തിലുള്ളതിന്റെയോ താഴെ ഭൂമിയിലുള്ളതിന്റെയോ വെള്ളത്തിനടിയുള്ളതിന്റെയോ ഒന്നിന്റെയും പ്രതിമ അരുത്. അവക്ക് മുമ്പിൽ നീ സാഷ്ടാംഗം പ്രണമിക്കരുത്. ഞാൻ ഈ പോയിന്റ് പറയാൻ എന്നെ പ്രേരിപ്പിച്ചൊരു സ്നേഹവശമുണ്ട്. അതെന്താണ്? BR അംബേദ്കറിന്റെ പ്രതിമ തകർക്കപ്പെട്ടു ബോംബെയിൽ. 4 ആളാണ് കൊല്ലപ്പെട്ടത്. ആദ്യമായി BR അംബേദ്കറിന്റെ പ്രതിമയിൽ ചെരുപ്പിയാർത്തി അനാദരിച്ചു. വമ്പിച്ച പ്രശ്നമുണ്ടായി ബോംബെയിൽ. പിന്നെ 4 ആൾ കൊല്ലപ്പെട്ടു. ഒറീസയിൽ ക്രൈസ്തവ രൂപങ്ങൾ തകർക്കപ്പെട്ടു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ തകർക്കപ്പെട്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അപ്പോഴൊക്കെ നമുക്കിടയിൽ കലാപങ്ങൾ ഉണ്ടായി. എന്നാൽ പ്രതിമയില്ലാത്ത ഒരു ലോകവും ജീവിതവും മതഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടതെങ്കിൽ, മതപ്രമാണങ്ങളെ അവലംബിച്ചാണ് ഞാനും നിങ്ങളും ജീവിക്കേണ്ടതെങ്കിൽ, ഞാൻ ചോദിക്കുന്നു, മതം പഠിപ്പിച്ചെടുത്ത് നിന്നാൽ പോരെ? അതിനപ്പുറത്തുള്ള നമ്മുടെ ചിന്തയും നമ്മുടെ വ്യാഖ്യാനവും നമ്മുടെ ഉദാഹരണവും ശരിയാണോ? എങ്കിൽ ദൈവത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? ദൈവം മതമായ ഒരു ഉന്നതമായ ആദർശം അവതരിപ്പിച്ചിട്ട് നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ടളന്ന് നമ്മളൊരു പുതിയ ആദർശം അവതരിപ്പിച്ച് നമ്മൾ ദൈവം ചമയുന്നത് ശരിയാണോ? ഇത് വളരെ പ്രധാനമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അതിൽ എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകം ഇതാണ്. ഈ കേനോപനിഷത്തിലെ 6-7 ശ്ലോകമായിട്ടാണ് എന്റെ ഓർമ്മകളിൽ അത് നിലനിൽക്കുന്നത്. യക്ഷുശാന പശ്യതി യേന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിത്തി നേതം യതിത മുപാസതേ യശ്രോത്രേണ ശൃണോതി ശ്രോത്രമിദം ശ്രുതം തദേവ ബ്രഹ്മത്വം വിത്തി നേതം യതിത മുപാസതേ. നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ട് ആരാധിക്കുന്നതൊന്നും ദൈവമല്ല. നിങ്ങളെ കണ്ണിന് കാഴ്ച നൽകിയവനാരോ, നിങ്ങളുടെ കണ്ണ് പ്രാപിക്കാത്തവനാരോ, അവനാണ് സാക്ഷാൽ ദൈവം. നോക്കൂ, വിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം 93 മുതൽ 104 വരെയുള്ള വചനം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം. ലാ തുദ്രികുഹുൽ അബ്സാർ വഹു യുദ്രികുൽ അബ്സാർ. ദൈവത്തെ ഒരാളും കണ്ടിട്ടില്ല. ദൈവമാണ് നിങ്ങളുടെ കണ്ണിന് ദർശനം നൽകി. ബൈബിളിലുമുണ്ട്. പതിൽ ഞാൻ വിചാരിക്കുന്ന ഒരു വാചകം, അവന്റെ സ്വരം ഒരു നാളും ഒരാളും കേട്ടിട്ടില്ല, അവൻ ഒരു നാളും ഒരാളും കണ്ടിട്ടില്ല. ആ സാക്ഷാൽ പടച്ച തമ്പുരാനെ. അപ്പൊ മാർക്കോസിന്റെ 12-ാം അധ്യായം 29-ാമത്തെ വചനത്തിൽ പറയുന്നത് ഏറ്റവും പ്രധാനമായ കൽപ്പന ഏതാണ്? അതിന് മഹാനായ യേശുക്രിസ്തു പറയുന്ന വാക്ക്, ഇസ്രായേലേ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, അവനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുക, ആരാധിക്കുക എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാമത്തെ വചനമോ, ദൈവമേ ദൈവമേ എന്ന് എന്നെ വിളിക്കുന്ന ഏവരുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഹിതം ചെയ്യുന്നവരെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. പിതാവിന്റെ ഹിതം എന്താണ്? അത് 10 കമാൻഡ്മെന്റ്സിലെ 1-ാമത്തെ വാചകം വായിച്ചാൽ മതി. 10 കൽപ്പനകളിലെ 1-ാമത്തെ വാചകം എന്താ? ദൈവത്തെ അല്ലാതെ നീ ആരാധിക്കരുത്, അവനല്ലാത്ത ഒന്നിന്റെ രൂപമുണ്ടാക്കരുത് എന്നാണ്. അതുകൊണ്ട് നിങ്ങളോടൊക്കെ എനിക്ക്, കാരണം എന്താണെന്നറിയോ, ഞാനിത് പഠിച്ചിട്ട് നിങ്ങൾക്കിത് പറഞ്ഞു തന്നില്ലെങ്കിൽ എനിക്ക് അവസരം ഉണ്ടാക്കി തന്ന ഈശ്വരന്റെ മുമ്പിൽ ഞാൻ കുറ്റക്കാരനാവും. നിങ്ങളും എനിക്കെതിരെ തിരിയും. മരണത്തിന് ശേഷമുള്ളൊരു ജീവിതത്തിൽ നിങ്ങൾ എന്നോട് ചോദിക്കും, നിങ്ങൾ ഒരു മതപണ്ഡിതനായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് ഞങ്ങളെ വേദത്തിലുള്ളത് പോലും നിങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങൾ ഞങ്ങളെ സുഖിപ്പിച്ച് കയ്യടി കിട്ടാൻ പ്രസംഗിച്ചുവല്ലോ, അതിന്റെ കാരണത്താൽ ഞങ്ങൾ ദൈവത്തിന്റെ ശിക്ഷയിൽ അകപ്പെട്ടുവല്ലോ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും. ആത്മാർത്ഥമായാണ് ഞാൻ പറയും. വേറൊരു ഉദ്ദേശവും ഇതിലില്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ സമ്മേളനത്തിൽ BJPയുടെ ഒരു ജില്ലാ സെക്രട്ടറി മനോഹരമായ അദ്ദേഹം പ്രസംഗിച്ചു. അതിൽ അദ്ദേഹം പറഞ്ഞു, ബിംബാരാധന അല്ലെങ്കിൽ ദൈവേതരരെ ആരാധിച്ചാൽ ഘോരാന്ധകാരമായ നരകത്ത് പതിക്കുമെന്ന് നിങ്ങളുടെ ലഘുലേഖയിൽ കണ്ടു. അതെന്റെ മനസ്സിനെ വേദനിപ്പിച്ചു എന്ന്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് രസകരമായി പറഞ്ഞു, സാർ, ഞാനല്ല നിങ്ങളെ വേദനിപ്പിച്ചത്, ഈ ലഘുലേഖയുമല്ല. ആ ലഘുലേഖ ഒരു വേദഗ്രന്ഥത്തിലെ വചനമാണ്. ആ വചനത്തിന് ഞാൻ എന്ത് പേച്ചു സാർ? ദൈവം അവതരിപ്പിച്ച വേദത്തിൽ ദൈവം പറയുന്നു എന്ന് നമ്മൾ ലോകരോട് പറയുന്നു. എന്നിട്ട് ആ വാചകം നമ്മൾ സ്വീകരിക്കാതിരുന്നാൽ സാർ, നമ്മൾ ദൈവത്തിന്റെ വാചകത്തെ നിഷേധിച്ചവരായി തീരും. അപ്പം അദ്ദേഹം എന്നോട് കൗതുകത്തോട് കൂടി ചോദിച്ചു, ആ വാചകം ഏതാണ്? അന്തം തമഹ
പ്രവിശന്തിയെ സംപൂത്യമുപാസത്തെ തതോബുയ ഇബതേ യഹു സംപൂത്യാം രദഹ. ഈശാവാശോപനിഷത്തിലെ 12ാമത്തെ ശ്ലോകമാണ്. ആർക്കും എടുത്തു നോക്കാം, വേദം മുഴുവൻ പരതണ്ട. ഈശാവാശോപനിഷത്തിലെ 12ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ദൈവേതരരെ, പിതൃമാനവാദികളെ, അതായത് ദൈവത്തെ അല്ലാതെ ദൈവത്തിന്റെ സൃഷ്ടികളെ ആരെ നിങ്ങൾ ആരാധിച്ചാലും ഘോരാന്ധകാരമായ ഇരുട്ടിൽ, ഇത് ഖുർആൻ പറയുന്ന, നോക്കൂ, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും ദൈവേതരെ ആരാധിച്ചാൽ, അമ്പിയാക്കളെ, പ്രവാചകന്മാരെ, ഋഷീശ്വരന്മാരെ, മാലാകമാരെ, ജിന്നുകളെ ആരെ ആരാധിച്ചാൽ, ആരെ വിളിച്ചു പ്രാർത്ഥിച്ചാലും ഘോരാന്ധകാരമായ നരകത്തിലെത്തും. ഇത് വേദങ്ങളെല്ലാം പഠിപ്പിച്ചതാണ്. ഈ വേദം പഠിപ്പിച്ച് ഈ ഒരു ആശയം ഇവിടെ ഇന്ത്യയിൽ, ആ ആശയത്തിലേക്ക് നമ്മളെല്ലാം വന്നാലോ, നമുക്കിടയിൽ എവിടെ മതത്തിന്റെ പേരിൽ ഇത് എന്റെ ദൈവം, ഇത് നിന്റെ ദൈവം എന്നൊരവസ്ഥ ഉണ്ടാവുക. അതുകൊണ്ട് ഈ പോയിന്റ് വളരെ കണിശമായി ഇസ്ലാം മാത്രമല്ല, മതസമ്മേളനത്തിലെ ഒരു പ്രധാന കാര്യം തന്നെ എന്താ